മൈക്കിൾ ജാക്സൺ എപ്സ്റ്റീൻ ഫയൽസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണല്ലോ. എപ്സ്റ്റീൻ ഫയൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. എപ്സ്റ്റീൻ ഫയൽസ് എന്നാൽ ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തിട്ടുള്ള ലൈംഗിക ചൂഷണ കേസുകളിലെ പ്രതികളെയും ഇരകളെയും കുറിച്ചുള്ള രേഖ. ഈ ഫയൽ ഇന്ന് പല പ്രമുഖരുമായുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ പറഞ്ഞ പ്രമുഖരിൽപ്പെട്ട ഒരാളാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ ചിത്രം എപ്സ്റ്റീൻ ഫയൽസിൽ വന്നതിൽ ആരാധകർക്കിടയിൽ വൻ ചർച്ചയായിരുന്നു. ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബോഡിഗാർഡായ മാറ്റ് ഫിഡോസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് 2002, 2003 ഫ്ലോറിഡയിലെ പാം ബീച്ചിന്റെ അടുത്ത് വീട് അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഭാഗമായാണ് എപ്സ്റ്റീന്റെ ഉടമസ്ഥയിലുള്ള വസ്തു അവർ സന്ദർശിച്ചത്. ആ കാലത്ത് എപ്സ്റ്റീൻ വലിയ കുറ്റവാളിയാണെന്നോ അദ്ദേഹത്തിന്റെ അധോലോക പ്രവർത്തനങ്ങളെ പറ്റിയോ ഇവർക്കൊരു ജ്ഞാനവുമില്ലായിരുന്നു. ആ സന്ദർശനത്തിനിടയിൽ എടുത്തൊരു ചിത്രം മാത്രമാണ് എപ്സ്റ്റീനുമായിട്ടുള്ളത്. ഒരാളുടെ ചിത്രം എപ്സ്റ്റീൻ ഫയൽസിൽ വന്നു എന്ന് കരുതി അയാൾ കുറ്റവാളിയാവുന്നില്ല. പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സന്റെ കേസിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇന്നും ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചതിക്കാൻ വേണ്ടി എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മൈക്കിൾ ജാക്സന്റെ നിരപരാധിത്വത്തെ കൂടുതൽ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് നെവർലാൻഡ് വാലി റാഞ്ച്, അതായത് കുട്ടികൾക്കായിട്ടുള്ള സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്ക്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്റെ ബാല്യമൊന്നും മര്യാദക്ക് ആസ്വദിക്കാനോ സന്തോഷിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പിതാവായ ജോ ജാക്സണിൽ നിന്ന് അനുഭവിച്ച ക്രൂര പീഡനങ്ങളും ഉപദ്രവങ്ങളുടെയും കഥയും ഇന്ന് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത ബാല്യകാലം മറ്റു കുട്ടികൾ സന്തോഷകരമായി അനുഭവിക്കണം എന്ന് കരുതി അദ്ദേഹം നിർമ്മിച്ച ഒന്നാണ് ഈ നെവർലാൻഡ് റാഞ്ച് അല്ലെങ്കിൽ നെവർലാൻഡ് വാലി റാഞ്ച്. ഹോം എലോൺ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ മക്കോലി കൾക്ക് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മൈക്കിൾ ജാക്സന്റെ നെവർലാൻഡിന്റെ വസതിയെ പറ്റിയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പറ്റിയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തന്റെ ബാല്യകാലം ഏറ്റവും കൂടുതൽ രമണീയമാക്കിയതും അക്കാലത്തെ ഇരപിടിയന്മാരിൽ നിന്ന് തന്നെ രക്ഷിച്ചതും മൈക്കിൾ ജാക്സൺ ആണ്. പക്ഷേ അദ്ദേഹത്തിന് 2 കാരണങ്ങൾ കാരണം ഈ നെവർലാൻഡ് വിൽക്കേണ്ടി വന്നു. ഒന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മറ്റൊന്ന് 2005 വന്ന കടുത്ത ലൈംഗിക ആരോപണങ്ങളും. ഇന്നും മൈക്കിൾ ജാക്സൺ ഒരു ദുരൂഹതയായി നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.